പിന്നെ ഇത് അപ്ഗ്രേഡബിൾ മെഷീൻ. ഓക്കെ. അതായത് നമുക്കിപ്പം 6 മാറ്റണം അല്ലെങ്കിൽ 8 മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഷീൻ മാത്രം പറ്റാം. അതെങ്ങനെയാ അതിന്റെ പ്രോസസ്? ഞാൻ ഈ പരിചയപ്പെടുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ Z4EV സ്ഥാപകനാണ് അല്ലെ? അതെ അതെ. അപ്പൊ നമ്മുടെ ഈ ഒരു മെഷീൻ നമുക്ക് ഇന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2-3 വീഡിയോകളിലായിട്ട് എല്ലാവരുടെ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാം. ഇതാണ് ഫ്യൂച്ചറിന്റെ ബിസിനസ് പ്ലാൻ എന്നുള്ളത്. അപ്പൊ ഇതിപ്പോ 30 കിലോ വാട്ടിന്റെ മെഷീൻ. 30 കിലോ വാട്ടിന്റെ മെഷീനാണ്. ഇത് നമുക്ക് വരുന്നത് ഒരു ഗണ്ണാ വരുന്നത്. ഒരു ഗൺ. പിന്നെ ഇത് അപ്ഗ്രേഡബിൾ മെഷീൻ. ഓക്കെ. അതായത് നമുക്കിപ്പം 6 മാറ്റണം അല്ലെങ്കിൽ 8 മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഷീൻ മാത്രം പറ്റാം. അതെങ്ങനെയാ അതിന്റെ പ്രോസസ് വരുന്നത്? അത് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും. ഇതിപ്പോ എക്സ്ട്രാ ഒരു ഗണ്ണും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ വയറിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ചെയ്തു വെക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പം അതല്ല, ഇപ്പൊ ചില ആളുകൾ വന്നിട്ട് പറയും പെട്ടെന്ന് 8 ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് വയറിങ് മാറ്റാൻ ബുദ്ധിമുട്ടാവും. ഇത് നമ്മൾ അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഒരു പ്രശ്നം വരുന്നില്ല. അപ്പൊ നമുക്ക് ഫ്യൂച്ചറിലേക്ക് മാറ്റി ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു Z4EV അല്ലെങ്കിൽ ഒരു EV ചാർജിംഗ് സ്റ്റേഷൻ തുടങ്ങണം ഒരു ആഗ്രഹം? ഇപ്പം ഇനി ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ EV ആണ്. ഇപ്പം മാരുതിയുടെ വണ്ടി ഇറക്കുമ്പോഴത്തേക്കാണെങ്കിലും നല്ല രീതിയിൽ വണ്ടികൾ ഇറക്കും. ഇതിനെല്ലാം ചാർജ് സ്റ്റേഷൻ മസ്റ്റ് ആണ്. നമ്മൾ പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന്റെ ഇരട്ടിക്ക് ചാർജ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ ഈ വണ്ടി ഇറക്കിയോണ്ട് കാര്യമുള്ളൂ. എല്ലാ മോഡലുകളും എല്ലാ കാർ കമ്പനികളും അവരുടെ 3-4 മോഡലുകൾ EV ആക്കും. നമുക്ക് അതുമായിട്ട് ബേസ് ചെയ്തൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിസിനസ് എന്നുള്ള രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടപ്പോ കുറച്ച് ആളുകൾ എന്നോട് ചോദിച്ച ഒരു കാര്യമാണ്, ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ ഭയങ്കര കഷ്ടമല്ലെന്ന് ചോദിച്ചായിരുന്നു. എങ്ങനെയാണ് അതിന്റെ സർവീസ്? അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കാൻ പ്രത്യേകിച്ച് ഒരാളുടെ ആവശ്യമില്ല. വേറെ നമ്മള് ആരും വേണം. വരുന്നവര് തന്നെ വന്ന് ചാർജ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന്റെ ക്യാമറ ആക്സസ് ഉണ്ട്, നമുക്ക് ഇതിന്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഉണ്ട്. ഓക്കെ. ഇവിടെ എന്തെങ്കിലും ഇതാണെങ്കിൽ നമുക്ക് അപ്പം അറിഞ്ഞ് നമുക്ക് നമ്മുടെ ടീമുണ്ട് വെരിഫൈ ചെയ്യാൻ കാര്യങ്ങൾ. അവർക്ക് മന്ത്ലി ചെക്കപ്പ് ഉണ്ടാകും. ഇവിടെ വന്ന് അവർ മെഷീൻ നോക്കുക കാര്യങ്ങളാണ്. അപ്പം അതുപോലെ നമുക്ക് ടെലികോളിംഗ് അസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ വരുന്ന ഒരു കസ്റ്റമറിന് ചാർജിങ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഇവർക്ക് നമ്മളെ ഓൺ ദി സ്പോട്ട് വിളിക്കാം. 24 hours നമ്മൾ സപ്പോർട്ട്. ഹോട്ടൽസ്, റെസ്റ്റോറന്റ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് ചെയ്തിട്ട് അത് കാര്യമില്ല. വരുന്ന ചാർജ് ചെയ്യാൻ വരുന്നവർക്ക് അവർക്ക് ഒരു അരമണിക്കൂറെങ്കിലും ചിൽ ഔട്ട് ചെയ്യാൻ ഒരു സ്ഥലം വേണം. 30 കിലോ വാട്ടിന്റെ ഒരു മെഷീനിൽ ഏകദേശം ഫുൾ ചാർജ് ആവാനായിട്ട് എത്ര ടൈം എടുക്കും? നമുക്കൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ എന്തായാലും വേണം. പിന്നെ വണ്ടിയുടെ ഒരു കപ്പാസിറ്റി പോലെ വണ്ടി എത്ര അബ്സോർവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന അതേ സെറ്റപ്പ് തന്നെ. ഇപ്പൊ നമ്മള് ഒരു ഫോണിന് വലിയ രീതിയിലുള്ള ഫാസ്റ്റ് ചാർജിങ് കൊണ്ട് കുത്തിയാലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ രീതിയിലല്ലേ എടുക്കത്തുള്ളൂ. അതേ രീതി തന്നെ ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് 30 മിനിറ്റ് നമുക്ക് ഫുൾ ചാർജ് ചെയ്യാം.